മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി നിരന്തരമായി പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നാം ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമതായി വിശ്വസിക്കുന്നത് മലക്കുകളെ സംബന്ധിച്ചാണ്. ആ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ മലക്കുകൾ ഈ ഭൂമിയിൽ നിർവഹിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അതല്ലെങ്കിൽ മലക്കുകളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിർവഹിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലത്ത് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ സഹോദരങ്ങളെ, നിരന്തരമായി ഈ മലക്കുകളുടെ പ്രാർത്ഥനകൾ ഉണ്ട് എന്നുള്ളതിനുമപ്പുറം ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി സ്പെഷ്യലായി അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യും എന്നാണ്. ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും എപ്പോഴാണ് തനിക്ക് വേണ്ടി റബ്ബിൻ്റെ മലക്കുകൾ ഇങ്ങനെ സ്പെഷ്യലായി ദുആ ചെയ്യുക എന്ന് അറിയാൻ താല്പര്യമുണ്ടാകും. താല്പര്യമുണ്ടായാൽ പോരാ, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അവകാശികളായി, അതിന് അർഹത നേടിയവരായി നമുക്ക് മാറുവാനും സാധിക്കും. അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി മാ ലം യുഹദിസ് തഖൂലു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹ്മഹു. ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിമുമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ സഹീഹായ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസാണിത്. എന്താണ് ഇതിൽ പറയുന്നത്? അൽ മലായിക, മലക്കുകൾ, തുസല്ലി അലാ അഹദികും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോൾ? മാദാമ, നാം ആയിരിക്കുമ്പോഴെല്ലാം, ഓരോ വ്യക്തിയും ആയിരിക്കുമ്പോഴെല്ലാം. എവിടെ? ഫീ മുസല്ലാഹുല്ലദീ സ്വല്ലാ ഫീഹി, താൻ നമസ്കരിച്ച ആ മുസല്ലയിൽ, നമസ്കരിച്ച ആ ഇടത്ത് ഒരാൾ ഇരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരു കണ്ടീഷൻ പറഞ്ഞു, മാലം യുഹദിസ്, അവൻ്റെ ഉളു മുറിയാത്തിടത്തോളം കാലം എന്ന്. വേറെയും വ്യാഖ്യാനങ്ങൾ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഇത് തന്നെയാണ്. അയാളായിരിക്കുമ്പോഴെല്ലാം അയാൾക്ക് ഉളു വേണം. ഉളു മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം പോയി, വീണ്ടും ഉളു എടുത്ത് വന്നിരിക്കണം എന്ന്. മറ്റൊരു വ്യാഖ്യാനം അവിടെ ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്, ഉളു മുറിയൽ മാത്രമല്ല, ആ ഇരുത്തത്തിൽ ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയരുത്, അതുപോലെ തന്നെ തെറ്റായ ഒരു കാര്യവും ഉണ്ടാകരുത്. ആ നിലക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരാൾ നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ, ആ എത്ര നേരമാണോ ഒരാൾ ഇരിക്കുന്നത് അത്രയും നേരം ഇടതടവില്ലാതെ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ റഹ്മഹു, ഈ വ്യക്തിയോട് നീ കരുണ ചെയ്യണേ അല്ലാ. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, അല്ലാഹുമ്മ തുബ് അലൈഹി, അദ്ദേഹത്തിൻ്റെ തൗബ, അദ്ദേഹം നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന്. സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കണിശമായും അവർ ജമാഅത്തിന് പള്ളികളിൽ പോകേണ്ടവരാണ്. ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിലെത്തി, നമ്മൾ നമസ്കാരം നിർവഹിച്ചവിടെ ഒരു നമസ്കാരത്തെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ വേള പോലും ആ നമസ്കാരത്തിൻ്റെ അതേ പ്രതിഫലമാണ് ഉള്ളത് എന്നുള്ളത് ഒരു മഹത്വം. അതോടൊപ്പം നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പ് എത്ര ദീർഘനേരം നമ്മൾ കാത്തിരിക്കുന്നുവോ ആ സമയത്തൊക്കെ മുറിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുമ്മ തുബ് അലൈഹി എന്നിങ്ങനെ പ്രത്യേകമായി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദിക്റുകൾക്ക് വേണ്ടി ഇരിക്കുന്നു, ദുആ ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, അതുപോലെ തന്നെ സ്വലാത്ത് നിർവഹിക്കുന്നു. ഏതൊക്കെ അത് ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ നിസ്കരിച്ചോടത്ത് ഇരിക്കുകയാണ്.
കുറച്ചു നേരം അങ്ങനെ അവിടെ ഇരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ചൊല്ലുന്നും പറയുന്നൊന്നുമില്ല. എന്നാലും ഈ പ്രതിഫലം നമുക്ക് കിട്ടും, ഒന്ന് മുറിയുന്നത് വരേക്കും കിട്ടും. അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്കിലേക്ക് നമ്മൾ ഏർപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഈ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഇതിന്റെ വ്യാഖ്യാനം എഴുതിയിടത്ത് പണ്ഡിതന്മാർ, ഇപ്പൊ സ്ത്രീകൾ അവർ പലപ്പോഴും പള്ളികളിലല്ലല്ലോ എത്തിപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്ന സഹോദരിമാർ അവർ നിസ്കരിക്കുന്നവരുടെ മുസല്ലയിൽ അവർ നേരത്തെ തന്നെ ഉളുവെടുത്തൊക്കെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. ഒരു നിസ്കാരം നിർവഹിച്ചിട്ട് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. ആ സമയത്തൊക്കെ മലക്കുകൾ പ്രത്യേകം ദുആ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പലപ്പോഴും മഗ്രിബ് നമസ്കാരം നിർവഹിച്ചിട്ട് പിന്നെ ഇശാഉം മഗ്രിബും തമ്മിൽ വലിയൊരു അധിക സമയ ദൈർഘ്യമില്ലല്ലോ. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ഇശാ നിസ്കരിക്കോളം പള്ളിയിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്, മുസല്ലയിൽ ഇരിക്കുന്നവരുണ്ട് ഒക്കെ. ഇനി പള്ളിയിൽ തന്നെ ഇരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കരിച്ച അതേ ആ പ്ലേസിൽ തന്നെ ഇരിക്കണോ? ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല തൂണിലേക്ക് ചാരിയിരിക്കാനോ ചെയറിലേക്ക് കയറിയിരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇടത്തേക്ക് പള്ളിയിൽ തന്നെ മാറിയിരുന്നാൽ ഈ പുണ്യം നഷ്ടപ്പെടുമോ? ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അങ്ങനെ മാറിയിരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പള്ളിയിൽ തന്നെ ഇരുന്നാൽ തന്നെ അവൻ ഈ പ്രതിഫലത്തിന് കാരണക്കാരനായി മാറും എന്ന വീക്ഷണങ്ങളൊക്കെ അവരൊക്കെ എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആണാവട്ടെ പെണ്ണാവട്ടെ, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിലേക്കുള്ള കാത്തിരിപ്പും ദുആകളും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളും ഒക്കെ ആയിക്കൊണ്ടോ അല്ലാതെയോ ഒക്കെ നിസ്കരിച്ച ആ സ്ഥലത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴെല്ലാം ഉളൂ ഉള്ളയിടത്തോളം സമയം, അതല്ലെങ്കിൽ തെറ്റായ സംസാരത്തിലേക്കോ പ്രവൃത്തിയിലേക്കോ ഒക്കെ ഏർപ്പെടാതിരിക്കുന്നിടത്തോളം കാലം മലായിക്കത്തുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പുറത്തു കൊടുക്കണേ, കരുണ ചെയ്യണേ, തൗബ സ്വീകരിക്കണേ എന്ന്. ഇതറിഞ്ഞ ഒരു വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായി ഇനിയുള്ള നമുക്ക് ഇതുപോലെ കിട്ടുന്ന ലഭ്യമാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഇനി ഒരാൾക്കും സംശയമുണ്ടാവില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.